ഷാലോമിൻ്റെ ഓഫീസിൽ വരാനും ഇവിടുത്തെയുള്ള പ്രവർത്തനങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കാനും നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകളെ മനസ്സിലാക്കാനൊക്കെ എനിക്ക് കഴിഞ്ഞു. നിങ്ങൾ ചെയ്യുന്ന ഈ ശുശ്രൂഷ ദൈവരാജ്യം പടുത്തുയർത്തുന്നതിലുള്ള ഒരു ന്യൂ ഇവാഞ്ചലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. മൈക്കിൽ കൂടെ സുവിശേഷം പ്രസംഗിച്ചൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞിട്ട് മാനസാന്തരപ്പെട്ടവർക്ക് പിന്നീടും വഴിതെറ്റിയ സമയത്ത് നമ്മളവരെ പുതുക്കാനായിട്ട് റീ ഇവാഞ്ചലൈസേഷൻ തുടങ്ങി. എന്നാൽ പരിശുദ്ധ പിതാവ് അടുത്ത കാലത്ത് പറഞ്ഞു, റീ ഇവാഞ്ചലൈസേഷൻ്റെ കാലത്തിൽ നിന്ന് നമ്മളൊരു ന്യൂ ഇവാഞ്ചലൈസേഷനിലേക്ക് മൂവ് ചെയ്യണം. എന്താണ് ന്യൂ ഇവാഞ്ചലൈസേഷൻ? ലോകത്തിൻ്റെ ശാസ്ത്രീയമായ നേട്ടങ്ങളും സാധ്യതകളും സഭയുടെ കൂടെ നേട്ടങ്ങളും സാധ്യതകളുമാണ്. അതുകൊണ്ട് തന്നെ ലോകശക്തികൾ അങ്ങനെയുള്ള സാധ്യതകളെ പരമാവധി ഉപയോഗിക്കുകയും വളരെയേറെ സഭയുടെ മൂല്യങ്ങൾക്കും സംവിധാനങ്ങൾക്കൊക്കെ എതിരെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൈകെട്ടി നിൽക്കരുത്, നമ്മൾ ചാടിയിറങ്ങണം. ഷാലോം ആരംഭിച്ചപ്പോൾ ആഗ്രഹിച്ചത് ഒരു കടുകുമണിയോളാണ്. പക്ഷേ ഇന്ന് അത് പടർന്നു പന്തലിച്ച് ശാഖോപശാഖകളായിട്ട് വളർന്നു. എത്രയോ രാജ്യങ്ങളിലും എത്രയോ ഭാഷകളിലും നിങ്ങളിന്ന് എത്തിപ്പെടുന്നു. പ്രസന്റ് മിനിസ്ട്രിയുമായിട്ട് ബന്ധം എനിക്കുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, പല പ്രസനുകളിലും ദൈവവചനം എത്തിപ്പെടുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. പ്രത്യേകിച്ച് ഷാലോമിനെ പോലെയുള്ളവരും മറ്റുള്ള റിലീജിയസ് ആയിട്ടുള്ള മാധ്യമങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നത് നമ്മുടെ ശുശ്രൂഷകളിലൂടെയാണ്. നമുക്കവിടെ ചെന്ന് പീഠത്തിൽ കയറി നിന്നിട്ട് മൈക്കിൽ കൂടെ ദൈവവചനം പ്രസംഗിക്കാൻ അനുവാദമില്ല. ഒരു രാജ്യത്തും അനുവാദം കൊടുക്കുകയില്ല. ചാപ്ലിൻസൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിൽ കേൾക്കാൻ അനുവാദം കൊടുക്കും. അല്ലാതെ മാനസാന്തരത്തിൽപ്പെടുത്താനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. പക്ഷേ ഈ പുതിയ സംവിധാനം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ദൈവം നൽകുന്ന വലിയൊരു സാധ്യതയാണ്. സ്വർഗത്തിൽ നിന്ന് ഒരു കോവണി ഇറങ്ങി വന്നെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു പുതിയ കോവണിയാണ് മാധ്യമങ്ങൾ. ഷാലോം അതിലെ കൂട്ടുപങ്കാളിയാകുന്നതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്, ആനന്ദമുണ്ട്. ഷാലോമിൻ്റെ എല്ലാ ശുശ്രൂഷകൾക്കും സഭയുടെ നാമത്തിൽ ഞാൻ കടപ്പാടും കൃതജ്ഞത അറിയിക്കുന്നു. നിങ്ങളുടെ കൂടുതലുള്ള മുന്നോട്ടുള്ള യാത്ര ഞങ്ങളും കൂടെ നിങ്ങളുടെ യാത്രികരാണ്. ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമുണ്ട്. നിങ്ങൾക്കെല്ലാ പ്രാർത്ഥനയും, നിങ്ങൾക്കെല്ലാ കൂട്ടുബലവും, നിങ്ങൾക്കെല്ലാ പിന്തുണയും സഭയുടെ നാമത്തിലുണ്ടെന്ന് ഞാൻ അറിയിക്കുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ ശുശ്രൂഷകളിലൂടെയും നമ്മെ അനുഗ്രഹിക്കട്ടെ. തട്ടിൽ പിതാവാണ്, മക്കാനിൽ നിന്ന്, ഷാലോമിൻ്റെ സ്റ്റുഡിയോയിൽ നിന്നാണ്.